ഒരു മകനെന്ന നിലയ്ക്ക് അത് പുറത്ത് ആളുകൾ അറിയണമെന്നൊരു ചിന്തയില്ലേ? അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഞാൻ ഇനി മുന്നോട്ട് പ്രധാനമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കും. ഈ മരണത്തെക്കുറിച്ച് ഒരു അന്വേഷണം വേണം ഞാൻ നടത്തുന്നത്. അങ്ങനെ നടത്തെങ്കിൽ നമുക്കൊരു പക്ഷേ ഇപ്പം ജീവിച്ചിരിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ആ സിനിമയിൽ പ്രവർത്തിച്ച് ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ പറഞ്ഞ അവരെ കണ്ട വിധത്തിൽ ജയന്റെ മകനാണെന്ന് അവകാശപ്പെടുന്ന ഈ മുരളി ജയൻ എന്ന് പറയുന്ന വ്യക്തി ഒന്നുകിൽ DNA ടെസ്റ്റിന് തയ്യാറാക്കുക, അതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ടാക്കുക. അല്ലാണ്ട് കണ്ട മീഡിയാസിൽ വന്നിട്ട് ഞാൻ ജയന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഒരുപാട് പേര് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെ എന്നാലും ജയന്റെ മുഖം പണ്ടിരുന്നാലും ഇപ്പം ഉണ്ടെങ്കിലും ജയന്റെ ആ ഒരു മുഖത്തുള്ള പ്രൗഢി എപ്പോഴും ഉണ്ടായിരിക്കും. അത് വേറൊരു കാര്യമാണ്. പക്ഷേ മുരളി ജയന്റെ മുഖം നോക്കിയാൽ പണ്ടത്തെ മുഖം തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോഴും ഉള്ളത്. രണ്ടാമത് അതിന് ഭയങ്കരമായിട്ട് വ്യത്യാസമൊന്നും വരത്തില്ലല്ലോ. ഒന്നുകിൽ മുഖത്തിന്റെ ഷേപ്പ് മാറത്തില്ല, കാരണം അതേ പണ്ടത്തെ അതേ ഫേസ് കട്ട് തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ. പിന്നെ പ്രായത്തിന്റെ കുറച്ച് വ്യത്യാസങ്ങൾ വരുമായിരിക്കും. അല്ലാണ്ട് മുഖ ഷേപ്പ് ഒന്നും മാറാൻ പോകുന്നു, ജയനെ പോലെ ആകാൻ പോകുന്നില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു സോമൻ നായരുടെ മകനാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം DNA ടെസ്റ്റ് ചെയ്ത് അത് ഈ ജനങ്ങളിലേക്ക് എത്തിക്കുക. അല്ലാണ്ട് ഞാൻ ജയന്റെ മകനാണെന്ന് എല്ലാ മീഡിയാസിലോടും പറയുകയും പിന്നെ തന്റെ അമ്മയെ ഒരു അവിഹിതത്തിലാണ് ജയന്റെ മകന് മുരളി ജയൻ ഉണ്ടായത് എന്ന് പറഞ്ഞ് ആ ഒരു മരിച്ചുപോയി അമ്മയെ കൂടി നാണം കടത്തുന്ന രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം DNA ടെസ്റ്റ് എടുത്തു നോക്കുക. അതിൽ ജയന്റെ മകനല്ലാന്ന് തെളിഞ്ഞാൽ ഈ ഒരു പബ്ലിക്കിന്റെ മുമ്പിലൊന്ന് പറയുക, എനിക്ക് തെറ്റുപറ്റിയതാണ്. പിന്നെ അമ്മ പറഞ്ഞു അതെനിക്ക് വിശ്വാസമുണ്ട്, അമ്മ പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാല് പല ആൾക്കാരും ഈ അമ്മ പറയുന്ന വിശ്വസിച്ചിട്ട് കള്ളം പറഞ്ഞ് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അമ്മമാര് ചിലപ്പം മക്കൾ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടൊക്കെ കള്ളം പറയുന്ന അമ്മമാരെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഉണ്ടാന്ന് എനിക്കറിയത്തില്ല. പല സിനിമ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയുടെ പേരൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പണ്ടത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ മാറ്റി പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ അമ്മയാണ് നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞെങ്കിലും ജയിന് മകനില്ല എന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം. ഈ ഒരു കൂടെ അഭിനയിച്ച ആൾക്കാരുടെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു നേവിയിൽ വർക്ക് ചെയ്ത ആളാണ്. അത് കഴിഞ്ഞ ശേഷമാണ് സിനിമയിലേക്ക് എടുക്കുന്നത്. എന്നിരുന്നാലും ഒരു ജയന്റെ ചെറിയൊരു കട്ടെങ്കിലും വരണ്ടേ? ചെറുതായിട്ട് ഉണ്ടെന്ന് പറയാലും ആ ഒരു ചിലപ്പോൾ ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള ചെറിയൊരു കട്ടൊക്കെ കാണുമായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ജയന്റെ മകൻ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിലും ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു അച്ഛന്റെ കട്ട് ചെറുതായിട്ടെങ്കിലും വരും, ആ ഒരു ഫേസ് കട്ടെങ്കിലും വരും. പക്ഷെ അതങ്ങനെയില്ല. അപ്പൊ ഞാൻ ഈ താഴെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് ആരെ പോലെയാണ് തോന്നുന്നതെന്ന് പറയൂ. കാരണം വെച്ചാല് എപ്പോഴും ഈ എടുത്താല് ഒരുപാട് ജയന്റെ മകനാണ്, ഞാനാണ് ജയന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നുകിലും തെളിവ് വേണം. അമ്മ ജീവിച്ചിരിപ്പില്ല, അപ്പോൾ അമ്മയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു. പക്ഷെ അതല്ല ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഇത്രയും നാള് എവിടെ പോയിരുന്നു? ജയൻ മരിച്ചു, ഇത്രയും കാലമായി. പക്ഷെ എന്തായാലും കുറെ ഇപ്പൊ തന്നെ 10-55 വയസ്സായി കാണുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്തിനിടയ്ക്ക് ജയൻ മരിച്ച ആ ഒരു സ്ഥലം അത്രയ്ക്കും ജീവനായിട്ടുള്ള ഒരു അച്ഛനായിരുന്നെങ്കിൽ ആ ഒരു അച്ഛൻ മരിച്ച സ്ഥലം എത്ര ക്ലീൻ ആയിട്ട് ഇടുമായിരിക്കും. ഇല്ലെങ്കിൽ ആ ഒരു സ്ഥലം മേടിച്ച് അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ടെങ്കിലും വെച്ചിരിക്കില്ലേ? പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ കണ്ടിട്ടില്ല. ഈ ഇടയ്ക്കാണ് ജയന്റെ മകനാണെന്ന് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഡൗട്ട് തോന്നും, ഇത്രയും നാളില്ലാത്ത ഒരു മനുഷ്യൻ ഇപ്പം എന്റെ അച്ഛനാണ് ജയൻ എന്ന് പറഞ്ഞു വന്നാൽ ആരെങ്കിലും വിശ്വസിക്കോ? അപ്പം അതൊക്കെ കുറെ കാര്യങ്ങൾ ഇവിടെ നിൽക്കണ്ട്. അപ്പൊ ആദ്യം ചെയ്യാനുള്ളത് ആദിത്യനെ വിളിച്ചിട്ട് ഈ ഒരു DNA ടെസ്റ്റ് നടത്തുക. ഇപ്പം വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ, ആദ്യം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ സോമൻ നായരുടെ മകനാണ് ഒരാഴ്ചത്തേക്കെന്ന്. അപ്പൊ ആ ഒരാഴ്ചത്തേക്ക് ആ ഒരു ആദിത്യനെ വിളിച്ചിട്ട് DNA ടെസ്റ്റ് നടത്തുക. അവർക്ക് വരാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. കാരണം വെച്ചാല് അവര് പറയുന്നുണ്ട് അവരുടെ അച്ഛന്റെ മകനാണെന്ന്. പിന്നെ എങ്ങനെയാണ് ജയന്റെ മകനാണ് എന്ന് പറയുന്നതാണ് ഇവര് ചോദിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് അവരിങ്ങോട്ട് വരാത്തത്. അപ്പൊ ആദ്യം അവരെ കൊണ്ടുവന്ന് DNA ടെസ്റ്റ് നടത്തിയിട്ട് ഞാൻ ജയന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മീഡിയാസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് പറയും. വെറുതെ എന്തിനാണ് ആ ഒരു അതുല്യ കലാകാരനായിട്ടുള്ള ആ ഒരു മനുഷ്യന്റെ വില കൂടി കളയുന്നത്? അദ്ദേഹം മരിച്ചു, നല്ല ആളാണ്, നല്ല ജനമനസ്സുകളുടെ ഇടം തേടിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇപ്പോഴും മരിക്കാത്ത ഓർമ്മകളുമായിട്ട് ഇരിക്കുന്ന ആ ഒരു വ്യക്തിയെ വീണ്ടും ഇട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിയാക്കുന്ന രീതിയിലാക്കേണ്ട കാര്യമുണ്ടോ? ഇതിപ്പം
ജയന് അവിഹിതത്തിലുണ്ടായ ഒരു മകനാണ് മുരളി ജയൻ എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അത്രയും കാര്യം ഇല്ലാന്ന് തന്നെ തോന്നുന്നു. അതാദ്യം ഒന്നുകിലും അത് തെളിയിക്കുക, തെളിയിച്ചിട്ട് വന്നിട്ട് ഞാൻ ജയന്റെ മകനാണെന്ന് പറയുക. എന്നാൽ ഇവിടെ എല്ലാ ജനങ്ങളെല്ലാം നിങ്ങളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അല്ലാണ്ട് ഒരു കാര്യമില്ല, ഒരു DNA ടെസ്റ്റ് ചെയ്ത് തെളിയിക്കുന്നില്ല, ഒന്നും ചെയ്യാണ്ട് ഞാൻ ജയന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്നുകിൽ ആ ഒരു ഫാമിലിയോട് പറഞ്ഞ് കാല് പിടിച്ചെങ്കിലും ആ ഒരു DNA ടെസ്റ്റ് നടത്തി തെളിയിക്കുക. ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് ചുമ്മാ ഞാൻ ജയന്റെ മകനാണ്. സത്യം പറഞ്ഞാൽ ഓരോ കരാട്ട ഇതൊക്കെ കാണിക്കുമ്പോഴത്തെ പുറകിലിരിക്കുന്ന ആൾക്കാർ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഈ ഒരു കോമാളിയെ പോലെ ഈ ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് ആവാണ്ട് ജയന്റെ മകനാണെങ്കിൽ അത്രയും ഒരു ഇത് കിട്ടും, അതിന്റെ ഒരു ബഹുമതി കിട്ടത്തില്ല. ഞാൻ ജയന്റെ മകനാണെന്ന് പറഞ്ഞാല് അത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഈ ഒരു കരാട്ടയും ഗുസ്തിയും കാണിച്ച് ഈ ഒരു ആൾക്കാരുടെ ഇടയിൽ കിടന്നിട്ട് കോമാളിത്തരം കാണിക്കാണ്ടിരിക്കുക, അത്ര ഉള്ള വിലയും കൂടി കളയാണ്ടിരിക്കുക. ഇപ്പം കുറെ ആൾക്കാർ ഇങ്ങനെ ജയന്റെ മകനെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് എന്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു, അങ്ങനെയാണ്, ജയൻ അങ്ങനെ പോലെ കിട്ടത്തില്ല, അത് വേറെ ആർക്കും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ജാടയും കാണിച്ചോണ്ട് നടന്നാൽ അവസാനം ഒരാൾക്കാരും കൂടെ കാണത്തില്ല, പറഞ്ഞ പോലും പുറത്ത് മാറി നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം അതൊക്കെ ഇന്ന് ചെയ്ത് മനസ്സിലാക്കാൻ നോക്കും.